വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. ഒരു ഗ്രാഫിക് ഡിസൈനർ ആയ എന്ത് സാലറി കിട്ടും? അതല്ല, ഇതിനെന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഇത് ഒരുപാട് പാരൻസും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ചുമ്മാ ഒരു റോ ആയിട്ട് യെസ് സ്കോപ്പ് ഉണ്ട്, കുറെ സാലറി കിട്ടും എന്ന് പറയാനല്ല. ഇപ്പൊ എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എനിക്ക് കിട്ടിയ ഇൻസൈറ്റ്സും ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കും ക്രിയേറ്റീവ് ആകണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മളിവിടെ ടിപ്സ്, ട്രിക്സ്, ടൂൾസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ സാലറി. ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനറുടെ സാലറി എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവം പറയാൻ പറ്റില്ല. അതിൽ നമുക്കൊരു 3 കരിയർ പാത്ത് ഉണ്ട്. 3 കരിയർ പാത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കരിയർ പാത്ത് എന്ന് പറയുന്നത് നമ്മളൊരു ഏജൻസിയിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ ജോബിന് കയറുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ടൈം ഫ്രീലാൻസിങ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മളൊരു ഡിസൈൻ ഏജൻസിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും ഭൂരിഭാഗം ആളുകളും ചൂസ് ചെയ്യുക ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഫീൽഡാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ? ഒരു കമ്പനിയിൽ ജോബിന് പോവുക എന്നുള്ളത്. ഒരു കമ്പനിയിൽ ജോബിന് പോകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 9 to 6 ജോബ് ആയിരിക്കും. അതായത് ഫിക്സഡ് അവേഴ്സിലായിരിക്കും നമ്മുടെ ജോബ്. രണ്ടാമത്തെ കാര്യം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം ഗ്രോത്ത് ഉണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻകം ഉണ്ടാവും. ഇപ്പോൾ ഒരു മാസം 15,000 20,000 ശമ്പളം എന്നുണ്ടെങ്കിൽ എല്ലാ മാസം നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അതല്ല നമ്മുടെ ഇൻകം ഗ്രോത്ത്, അതായത് ഒരു 6 മാസത്തിൽ എനിക്ക് ഇൻക്രിമെന്റ് വരും അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് ഇൻക്രിമെന്റ് വരും എന്നുള്ള കറക്റ്റ് പ്ലാന് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴി, അതായത് ഫ്രീലാൻസിങ്. ഈ ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു 9 to 6 കോൺസെപ്റ്റ് അല്ല. അവിടെ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മുടെ കംഫർട്ട് സോണിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാവില്ല. അത് സ്റ്റേബിൾ ഇൻകം ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ തീരെ ഉണ്ടാവില്ല എന്നല്ല. ഇപ്പം ഈ മാസം 10,000 കിട്ടി, ചിലപ്പോൾ അടുത്ത മാസം 50,000 കിട്ടാം, അത് കഴിഞ്ഞിട്ടുള്ള മാസം 1,00,000 കിട്ടാം, പിന്നത്തെ മാസം ചിലപ്പോൾ വീണ്ടും 10,000-ലോട്ടോ 20,000-ലോട്ടോ കുറയാം. അത് എപ്പോഴും വേരിയേഷൻസ് ഉണ്ടാവും ഈ ഫ്രീലാൻസിങ്ങിൽ. നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ക്ലയൻസിന് പിച്ച് ചെയ്യുന്നു, നമുക്ക് എത്രമാത്രം സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ക്ലയൻറ്റ് ബേസ് ഉണ്ടോ, അതിനനുസരിച്ചിട്ടാണ് ഫ്രീലാൻസിങ്ങിൽ നമ്മുടെ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴി. ഈ മൂന്നാമത്തെ വഴിയിലോട്ട് അധികം ആളുകൾ ഫസ്റ്റ് തന്നെ പോയി കയറാറില്ല. ഭൂരിഭാഗം ആളുകളും ഒരു ജോബിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് നിന്നിട്ട് ഒരു 1-2 വർഷം കഴിയുമ്പോഴാണ് ഈ മൂന്നാമത്തെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോവുക. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡിസൈൻ സ്കില്ല് മാത്രം ഉണ്ടായാൽ പോരാ, അവിടെ നിങ്ങളുടെ ഓൺട്രപ്രണർ സ്കില്ലും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് ക്ലയൻസിനെ നന്നായിട്ട് പിച്ച് ചെയ്യാൻ പറ്റണം, ക്ലയൻസിനോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം, ക്ലയന്റ് മാനേജ്മെന്റ് അടിപൊളിയായിരിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റണം. ഇതൊക്കെയാണ് ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് മണി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 വഴികൾ. ഇനി നമുക്ക് പക്കാ സാലറി, ഫ്രീലാൻസിങ്ങും ബിസിനസ് കോൺസെപ്റ്റും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ഇന്ത്യയിൽ എത്ര സാലറി കിട്ടും നോക്കാം. ഞാൻ ഈ ഡാറ്റ എടുത്തിട്ടുള്ളത് ഗ്ലാസ് ഡോർ, പേ സ്കെയില്, ആംബിഷൻ ബോക്സ്, ഇന്ത്യയുടെ എന്നുള്ള സൈറ്റ്സിൽ നിന്നാണ്. ഓക്കെ, ഇന്ത്യയിലെ ഒരു ഗ്രാഫിക് ഡിസൈനർ, ഒരു ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ, അതായത് ഒരു 0 to 2 years എക്സ്പീരിയൻസ് ഉള്ള ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ ഇന്ത്യ പോട്ടെ കേരളത്തിൽ വാങ്ങുന്ന സാലറി എന്ന് പറയുന്നത് 15,000 to 25,000 ആണ്. എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി. അതിപ്പോൾ തൃശ്ശൂർ ആവട്ടെ, കൊച്ചി ആവട്ടെ, കോഴിക്കോടാവട്ടെ, ട്രിവാൻഡ്രം ആവട്ടെ, എവിടെയാണെങ്കിലും ഒരു ഫ്രഷർ ഗ്രാഫിക് ഡിസൈനർ, അത് 0 to 2 years ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഫ്രഷർ ഗ്രാഫിക് ഡിസൈനർക്ക് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഒരു ഏവറേജ് പേ സ്കെയിൽ 15,000 to 25,000 ആണ്. 20,000 എന്നുള്ള സാലറിയുടെ മുകളിലേക്ക് 0 to 2 years എന്നുള്ള ഒരു സെഗ്മെന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ജൂനിയർ ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്ന ആൾ പോകുന്നത് മിഡ് ലെവൽ ഡിസൈനർ എന്നുള്ള ഒരു പോസ്റ്റിലോട്ടായിരിക്കും. ഈ മിഡ് ലെവൽ ഡിസൈനർ എന്നുള്ള പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു 2 to 5 years വരെ വരുന്ന ഒരു എക്സ്പീരിയൻസ് കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് 50,000 to 60,000 രൂപയാണ്.
അപ്പൊ ഈ 50,000 to 60,000 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മാജിക് നമ്പർ ഒന്നുമല്ല. ആ ഒരു എമൗണ്ട് മേടിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഡിസൈനേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സിറ്റീസ് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി ഇങ്ങനെയുള്ള സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു എമൗണ്ട് ബേസിക് ആയിട്ട് കിട്ടുന്ന ഒരു പേയ്മെന്റ് ആണ് ഒരു ഡിസൈനർക്ക്. ഓക്കെ, പിന്നെ ഈ ഒരു മിഡ് ലെവലിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UI/UX മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ഒരു മിഡ് ലെവൽ ഡിസൈനേഴ്സിന് സാലറി കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഈ 50-60 എന്നല്ല, ഈ 60ന്റെ മുകളിലേക്കായിരിക്കും സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ അത് കഴിഞ്ഞ് വരുന്ന ഒരു കാറ്റഗറിയാണ് സീനിയർ ഡിസൈനേഴ്സ്. ഈ സീനിയർ ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോൾ അവർ മേടിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 80,000 to 1,00,000 രൂപ വരെയാണ്. പക്ഷേ ഈ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു വർഷം 20 ലക്ഷത്തിന് മുകളിൽ മേടിക്കുന്ന സീനിയർ ഡിസൈനേഴ്സ് ഉണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് സിംപിളി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. പിന്നെ ഇപ്പൊ ഞാൻ ഈ കുറെ ആയിരങ്ങളുടെ കാര്യം 20,000, 50,000, 80,000, 1,00,000 വരെയൊക്കെ പറഞ്ഞു, 20 ലക്ഷം വർഷം പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചുമ്മാ അല്ലെങ്കിൽ ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡിസൈനിങ് അറിയാം, എനിക്ക് ഫോട്ടോഷോപ്പ് അറിയാം, എനിക്ക് ഇലിസ്ട്രേറ്റർ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അതിന് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ വേണം, നല്ല വർക്ക്സ് വേണം, നിങ്ങളുടെ ഡിസൈൻ സ്കിൽ അടിപൊളിയായിരിക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം ഇപ്പൊ തന്നെ വേഗം പോയിട്ട് ശരിയാക്കിക്കുക. അല്ലെങ്കിൽ അടുത്തൊരു 10-20 ദിവസത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാലറി പാക്കേജിലുള്ള ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ജോബിന് കയറാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്രഷർ, മിഡ് ലെവല്, അത് കഴിഞ്ഞാൽ സീനിയർ, ഈ 3 കാറ്റഗറി അല്ലാതെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യലൈസേഷൻ കാറ്റഗറി ഉണ്ട്. ഇപ്പൊ UI/UX മാത്രം, അല്ലെങ്കിൽ മോഷൻ ഗ്രാഫിക്സ് മാത്രം, ബ്രാൻഡിങ് മാത്രം, അങ്ങനെയുള്ളവരുടെ സാലറി ഡിപ്പെൻസ് ആണ്. കാരണം അങ്ങനെയുള്ളവരെ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുടെ ഡിമാൻഡ് മാർക്കറ്റിൽ ഭയങ്കര കൂടുതലാണ്. അത്രയും ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ സാലറി കിട്ടാനുള്ള ചാൻസസ് അവർക്ക് വളരെ കൂടുതലാണ്. പക്ഷേ വിഷയം ഞാൻ ഇനീഷ്യലി പറഞ്ഞതുപോലെ എനിക്ക് ടൂൾസ് അറിയാമെന്ന് പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ആവില്ല. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തറവായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവണം, തറവായിട്ട് നിങ്ങൾ അതിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവണം, എല്ലാ വർക്ക്സും ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം, നിങ്ങൾ തന്നെ അതിൽ സ്വയം ഒരു പ്രോ ആയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിമാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും നേരം പറഞ്ഞതാണ് ഒരു സാലറീഡ് ആയിട്ടുള്ള ഡിസൈനർക്ക് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. അതായത് ഒരു 0 to 2 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് 15,000 to 25,000 വരെ നേടാം. അതേപോലെ തന്നെ 5 വർഷത്തിനും 6 വർഷത്തിനും മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഡിസൈനേഴ്സിന് 80,000 to 1,00,000 രൂപ വരെ നേടാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ 2026 നിങ്ങളൊരു ഡിസൈനറായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2031, 2032 ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മിനിമം ഒരു 80 to 90 സാലറി പാക്കേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഒരു ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ സാലറിയുടെ ആണ് നമ്മളിപ്പോൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ആണ്. ഈ ഫ്രീലാൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഫ്രീലാൻസിങ് കൊണ്ടുള്ള ഉപകാരം എന്നുള്ള ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ അത് ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ക്ലയൻസിനെ കിട്ടാന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ പ്രോപ്പർലി 9 to 5 അല്ലെങ്കിൽ 9 to 5 ജോബ് എന്നുള്ളൊരു സംഭവം മാറ്റി വെച്ചിട്ട് ഫുള്ളി ഫ്രീലാൻസിങ്ങിന് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ 1,00,000 മുകളിൽ എല്ലാ മാസവും ജനറേറ്റ് ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ ലെവൽ ഡിസൈനർ 20,000 to 50,000 വരെയൊക്കെ ഒരു ഫ്രീലാൻസിങ് പ്രൊജക്റ്റ് അല്ല, മന്ത്ലി ഫ്രീലാൻസിങ് പ്രൊജക്ട്സ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർക്ക് ഒരു മാസം 10 പോസ്റ്റർ വേണമെന്ന് വിചാരിക്കാം. ഈ 10 പോസ്റ്ററിന് നിങ്ങൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഒരു പോസ്റ്ററിന് 500 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 5,000 രൂപയാണ് ഒരു ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ബിഗിനർ ഡിസൈനർക്ക് അറ്റ്ലീസ്റ്റ് 3 പോസ്റ്റർ to 4 പോസ്റ്റർ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ 5,000 തരുന്ന ഒരു 4 ക്ലയന്റിനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് 40 പോസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ 20,000 രൂപ എന്ന് പറയുന്നത്. ഇത് പോസ്റ്ററിന്റെ കാര്യം മാത്രമാണ് കേട്ടോ. ലോഗോ വേറെ പ്രൈസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു UI/UX ഡിസൈൻ, ഒരു ടോട്ടൽ വെബ്സൈറ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം, അതിന് വേറെ പ്രൈസ് ആണ്.
അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം, അതിന് വേറെ പ്രൈസ് ആണ്. ഇപ്പൊ പാക്കേജ് ഡിസൈൻ ലോഗോ എന്ന് പറഞ്ഞ കുട്ടിക്ക് ലോഗോ 5000 to 25,000 ലോഗോയ്ക്ക് മാത്രം ചാർജ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ 5000 ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം 2 ലോഗോ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഈ പോസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യും. സോ ഇതൊരു മാജിക് ഫിഗർ അല്ല. ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ്, എനിക്ക് ഡിസൈനിങ് അറിയാം, എനിക്ക് എന്താണ് ലോഗോ ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് പാക്കേജ് ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലയൻസ് വരില്ല. നമ്മൾ തപ്പി ഇറങ്ങണം, നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം, നമ്മുടെ പോർട്ട്ഫോളിയോ അതിൻ്റെ ലെവലിലേക്കുള്ളതായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ക്ലയൻസിനെ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ അതിനനുസരിച്ചുള്ള ക്ലയൻസിനെ തന്നെ സെലക്ട് ചെയ്യണം. സോ ഇതാണ് ഫ്രീലാൻസിങ്ങിന്റെ ഒരു ബിഗിനർ എന്ന് പറയുമ്പോൾ ഒരു ബിഗിനർ ലെവലുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞതുപോലെ ഒരു 20,000 to 50,000 ഈസിലി ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് അത്ര ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എത്ര ഏൺ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1,00,000 രൂപ വരെയൊക്കെ ഒരു മാസം ജനറേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ക്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ക്ലയൻസ് ബേസിലാണ് ഞാൻ ഈ എമൗണ്ട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇന്റർനാഷണൽ ക്ലയൻസിനെ മാത്രം വെച്ചിട്ട് നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റും. ഈ ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസർ എന്നിങ്ങനെ ഒരുപാട് എന്തുണ്ട് വെബ്സൈറ്റ്സ് ഉണ്ട് ഈ ഫ്രീലാൻസിങ്ങിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ക്ലയൻസിന്റെ വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ ഫൈവറിലും ഫ്രീലാൻസറിലൊക്കെ മണിക്കൂറിന് $100, $20 to $100 വരെ ചാർജ് ചെയ്യുന്ന ഡിസൈനേഴ്സ് ഉണ്ട് ഒരു മണിക്കൂറിന്. അപ്പൊ നമ്മളിവിടെ പ്രൊജക്ടിന് പറയുമ്പോൾ അവർ മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മണിക്കൂറിന് ലെറ്റ്സ് ഞാനൊരു മണിക്കൂറിന് $100 ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വർക്ക് അത്രയ്ക്ക് അടിപൊളിയായിരിക്കണ്ട, എന്നാൽ മാത്രമേ $100 ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു മണിക്കൂറിന് $100 ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 10 മണിക്കൂർ അല്ലെങ്കിൽ 10 to 40 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു $1,000 to $4,000 ആണ്. ഈ $1,000 to $4,000 എന്ന് പറയുമ്പോൾ $4,000 എന്ന് പറയുമ്പോൾ എൻ്റെ ഊഹം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 3-3.25 ലക്ഷത്തിന്റെ അടുത്തൊക്കെ വരും തോന്നുന്നു ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പം അത്രയും എമൗണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ത് ഫ്രീലാൻസിങ്, ഫുൾ ടൈം ഫ്രീലാൻസിങ്. പിന്നെ ഫുൾ ടൈം ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംഫർട്ട് സോണാന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. 9 to 5 ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യണ്ട എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. സ്ട്രെസ്, സ്ട്രെയിൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെയായിരിക്കും. ക്ലയന്റിനെ പിച്ച് ചെയ്യണം, ക്ലയന്റിന്റെ പിന്നാലെ നടക്കണം, ക്ലയന്റിന് വേണ്ടി അവർക്ക് ആവശ്യപ്പെട്ട രീതിക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ക്ലയന്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ആസ് എ ഫ്രഷർ എനിക്ക് 20,000 കിട്ടണു, ഞാൻ ഫ്രീലാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 20,000 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഓടിപ്പോയി ഫ്രീലാൻസിങ് ചെയ്യാന്നുള്ളതല്ല. ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ഒരു വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ദെൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അവിടുത്തെ കൾച്ചർ, കാര്യങ്ങൾ, വർക്ക് സ്റ്റൈൽസ് എന്താണ്, അവിടെ നിങ്ങൾക്ക് സീനിയേഴ്സ് ഉണ്ടാവും, ആ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ പഠിക്കുക. ഇതെല്ലാതും ചെയ്തതിൻ്റെ കൂടെ തന്നെ എന്താക്കുക, 9 to 6 കഴിഞ്ഞാൽ ബാക്കി ടൈമിൽ കുറച്ച് ഫ്രീലാൻസിങ് ചെയ്ത് നോക്കുക. അങ്ങനെ ഫ്രീലാൻസിങ് ചെയ്ത് നിങ്ങൾക്കൊരു ക്ലയൻറ്റ് ബേസ് ആയതിനു ശേഷം നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ഫ്രീലാൻസിങ് ഇടുന്നു, നോ ഇഷ്യൂസ്. ഓക്കെ, ഇത് ഒരു മാജിക് ബബിൾ ക്രിയേറ്റ് ചെയ്തില്ല, റിയാലിറ്റി അങ്ങനെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് ഫുൾ ടൈം ഫ്രീലാൻസിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ഞാൻ ഈ പറഞ്ഞ ടിപ്സ്, അതായത് ഒരു കമ്പനിയിൽ പോകാണ്ട് വർക്ക് കൾച്ചർ നോക്കാണ്ട് ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഫ്രീലാൻസിങ് തുടങ്ങിയാൽ ചിലപ്പോൾ ഒരാൾക്ക് മാത്രമായിരിക്കും സക്സസ് ആയിട്ടുണ്ടാവുക. ചിലപ്പോൾ ആൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം, ക്ലയൻറ്റ്സ് നന്നായിട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കാം, പക്ഷെ ആ സ്കിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കമ്പനിയിൽ കുറച്ചാൾ വർക്ക് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക, ഇങ്ങനെയാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് മനസ്സിലാക്കാം, കുറച്ചുകൂടി അപ്സ്കിൽ ചെയ്ത് ദെൻ ഫുൾ ടൈം ഫ്രീലാൻസിങ്ങിലോട്ട് കുറച്ച് ഫ്രീലാൻസിങ് ചെയ്തിട്ട് പിന്നെ ഫുൾ ടൈം ഫ്രീലാൻസിങ്ങിലോട്ട് ഇറങ്ങുക. പിന്നെ ഈ വീഡിയോ ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ പഠിക്കണം, നിങ്ങൾക്ക് വല്ല സാലറി കിട്ടും, ഇതിനുള്ള സ്കോപ്പ് ഉണ്ട്, ഒക്കെ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പാരന്റ്സോ അല്ലെങ്കിൽ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തോ. ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. ലൈക്ക് നിങ്ങൾ കറക്റ്റ് പാത്തിലുണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കണേ, ശരിക്കും ഇത്ര സാലറി ഒക്കെ ഉള്ള ഒരു ഡൊമൈൻ ആണ് ഇതെന്ന്. ഇപ്പൊ നിങ്ങൾ ജോലി ഇല്ലാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈനിങ് ഇപ്പൊ തന്നെ പഠിച്ചോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡിസൈനിങ് ഫീൽഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ നിങ്ങൾക്ക് +2 10ാം ക്ലാസ് ഉള്ളൂ കുഴപ്പമില്ല, +2 തോറ്റോ കുഴപ്പമില്ല, അല്ലെങ്കിൽ +2 മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല, ഡിഗ്രി മാത്രമേ ഉള്ളൂ കുഴപ്പമില്ല, എന്ത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. എന്നാൽ പഠിക്കണതിൻ്റെ കൂടെ വൃത്തിക്ക് ഈ സംഭവം പഠിച്ച് വൃത്തിക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കരിയർ, അതല്ല നല്ല അടിപൊളി ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള
ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതേപോലത്തെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലിനി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യാം. അതല്ല ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണം, നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമന്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ see you.